ഇനി തൊട്ടടുത്ത് ഏറ്റുമാനൂരിൽ ഉണ്ടായത് ഒരു നിരാശയാണ്. ഏറ്റുമാനൂർ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ തയ്യാറാക്കിയ 1 ലക്ഷത്തോളം പോസ്റ്ററും 2500ഓളം ഫ്ലെക്സ് ബോർഡുകളും വെറുതെയായി. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ മണ്ഡലത്തിൽ കളം നിറയുന്നതിന് വേണ്ടിയായിരുന്നു ഫ്ലക്സും പോസ്റ്ററും ഒക്കെ നേരത്തെ തയ്യാറാക്കിയത്. വാഴക്കിന് 25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക കണക്ക്. ഷിനോജ് എസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏറ്റുമാനൂർ സീറ്റ് ജോസഫ് വാഴക്കൻ നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അയച്ച പട്ടികയിൽ പോലും ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ജോസഫ് വാഴക്കൻ്റെ പേരാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ജോസഫ് വാഴക്കൻ മണ്ഡലത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിലാണ് വാഴക്കൻ്റെ പേര് വെട്ടിമാറ്റി അവിടെ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനെ ഹൈക്കമാൻഡ് നിയോഗിക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു തീരുമാനം ജോസഫ് വാഴക്കനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മുറിയിൽ മാത്രം ഏകദേശം 1 ലക്ഷത്തോളം പോസ്റ്ററാണ്, ജോസഫ് വാഴക്കൻ്റെ പോസ്റ്ററാണ് ഇവിടെ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. ഇതെന്ത് ചെയ്യണമെന്ന് ഇനി ഇവിടെ ഉള്ളവർക്ക് പോലും അറിയില്ല. ഇത് 1 ലക്ഷം പോസ്റ്റർ മാത്രമല്ല, 2500ഓളം ഫ്ലക്സ് ഉണ്ട്. ഇത് ഒരു തരത്തിലുള്ള പോസ്റ്റർ മാത്രമാണ് ഈ മുറിയിലുള്ളത്. ബാക്കി ഏകദേശം 2 ലക്ഷത്തോളം പോസ്റ്ററുകൾ ഇപ്പോഴും പ്രസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം അവിടെ ഇത് വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ ചാക്കിലുള്ളത് കൊടിയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ട പ്രചാരണ സാമഗ്രികളൊക്കെ തന്നെ ഏകദേശം 25 ലക്ഷം രൂപ മുടക്കി ഉള്ള സാധന സാമഗ്രികളൊക്കെയാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവിടെ ഇനിയിപ്പോൾ ഇരിക്കുന്നത്. നമുക്കിപ്പം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ കൂടി ചേരുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഉറപ്പ് കിട്ടിയിട്ടാണോ വാഴയ്ക്ക് ഇത്തരത്തിൽ ചെയ്തത്? അദ്ദേഹത്തോട് പാർട്ടി മുന്നോട്ട് പോകണം പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അതിനുള്ള ഫ്ലക്സ്, പോസ്റ്റർ, കൊടികളെ, പിന്നെ ഫസ്റ്റ് കൊടുക്കാനുള്ള അഭ്യർത്ഥന, അത് 1 ലക്ഷത്തോളം എല്ലാ വീടുകളിലും കൊടുക്കുന്ന അഭ്യർത്ഥനയുണ്ട്. അതെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പ്രവർത്തനം നടത്തിയാണ്. പക്ഷേ എന്തോ കേന്ദ്രത്തിൽ നിന്ന് ഒരു വന്നപ്പോഴത്തേനും അദ്ദേഹത്തോട് മാറാൻ പറഞ്ഞു. അദ്ദേഹം മാറി. സാമ്പത്തിക നഷ്ടമുണ്ട്. സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടം ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ അവിടെ എല്ലാ കാര്യങ്ങളും വേണമല്ലോ. പ്രത്യേകിച്ച് ഒരു സിറ്റിംഗ് മന്ത്രിയോടാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പം അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ്. അപ്പം അതിനുള്ള ഒരു 25 ലക്ഷം രൂപ ഇപ്പോൾ ഓൾറെഡി നഷ്ടം വരും. ഏറ്റവും കുറഞ്ഞത് പോസ്റ്ററിലൊന്നും പേരില്ലല്ലോ, മണ്ഡലത്തിൻ്റെ പേര്. മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ നമ്മൾ പേര് വെക്കാറില്ലായിരുന്നു. UDF സ്ഥാനാർത്ഥി എന്നാണ് വെക്കാറുള്ളത്. കാരണം അങ്ങനെയാണ് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ഫ്ലക്സ് ബോർഡ് നമ്മൾ മൊത്തം ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആളെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പട്ടികയുടെ വില തിരിച്ചു കിട്ടും. ഏറ്റുമാനൂരാണ് സിറ്റിംഗ് മന്ത്രിയോടാണ് മത്സരിക്കുന്നത്. അതിനാൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക എപ്പോൾ വരുന്നോ ആ നിമിഷം മുതൽ മണ്ഡലത്തിൽ കളം നിറയുന്നതിന് വേണ്ടിയുള്ള പ്രചാരണ സാമഗ്രികളൊക്കെ തന്നെ ജോസഫ് വാഴക്കൻ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ വെറും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് മാതൃഭൂമി ന്യൂസ്, കോട്ടയം.